Paradise of Vera and Isa. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റാംഷിത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എറണാകുളത്തുള്ള ബേഡ്സിൻ്റെ പാർക്കിൽ പോണ വീഡിയോ ഇത്. അപ്പം ഞങ്ങൾ കടമക്കുടി എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്പോട്ട് കൂടി കാണാൻ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. വരാപ്പുഴയിലുള്ള ബ്ലൂ ഷോപ്പിംഗ് വില്ലേജിൻ്റെ ഉള്ളിലാണ് ബേഡ്സ് പാർക്ക്. മഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. ബേഡ്സൊക്കെ മേത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ പേടിയുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ വരണ്ട. ഇവിടെ ബേഡ്സ് നമ്മളെ മേത്തും തലയിലും കയ്യുമൊക്കെ ഒന്നിട്ടു. അപ്പം നമ്മൾ ഫസ്റ്റ് കുഞ്ഞു കുഞ്ഞു ബേഡ്സിന് കാണാനുണ്ടോ. പല ബേഡ്സിന് പലതരമുള്ള ഫുഡ് കൊടുക്കണം. ഫ്രൂട്ട്സും മരിയൊക്കെ, പിന്നെ ചെറിയ വിത്തകളൊക്കെ തരും. അപ്പ ഈ ബേഡ്സിന് കൊടുക്കാൻ ആ ചേച്ചിമാര് ഒരു പാത്രത്തിൽ ഫുഡൊക്കെ നമുക്ക് തരൂട്ടാ. പല വെറൈറ്റി ബേഡ്സുകൾ ഉണ്ട് ഇവിടെ കാണാൻ. റെഡ്, ഓറഞ്ച്, ബ്ലൂ, അങ്ങനെ കുറേ കളറിലുള്ള വൈറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടോ എന്ത് രസമാണല്ലേ ഇത്. അത്രയും ഞാൻ കളർഫുള്ള്. എനിക്ക് ബേഡ്സിന്റെ ഇഷ്ടം. ഇതിന്റെ തലേ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു നോക്കിയേ എന്നെ കുട്ടിക്കൊണ്ടു. ഒട്ടും പേടിയുണ്ടായില്ല. അല്ലു കിളീനോ പറയും അപ്പൊ ഒരു പേട മുടിയൊക്കെ തിരിഞ്ഞു. ഫുള്ള് ബേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് നടന്നൊക്കെ നോക്കിയാണ്. ഇതിവിടെ കാണാനായിട്ട് കുറെ ആൾക്കാരുണ്ടായിട്ടോ. നമ്മൾ പേടിച്ച് വെച്ചെടുത്തിട്ട് പറഞ്ഞില്ല. അല്ലെങ്കിൽ വെച്ചെടുത്തില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബേഡ്സിന്റെ പാർക്കിൽ വന്നത്. കൈസ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 200 റുപ്പീസാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കയറുന്ന മുമ്പ് കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടാണ് കയറണ്ട. അപ്പം ഈ ബേഡ്സ് നമ്മളെ കയ്യിൽ വെച്ചൂടാ. കൈയൊക്കെ വൃത്തിയായിരിക്കണം. ഇവിടെ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. സോ നമ്മ കയറുന്ന സ്ഥലങ്ങളിലൊക്കെ മാക്സിമം സമയം എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ എൻ്റെ മേത്തന്നിരുന്നപ്പോ ഞാൻ പേടിച്ചു കുറേ. അപ്പൊ പേടിച്ച് തന്നെ മേത്തന്നിരുന്നപ്പോ ഞാൻ പേടിച്ച് കരൻ്റെ അവിടെ വെള്ളം ഉണ്ടാക്കി പേട് പുട്ടിട്ടിട്ട് അതിന്റെ വില കയറിയിട്ട് കാണുന്നത്. ഒരു വൈറ്റ് പേടായത്. ഒരു നിറച്ച സൗണ്ടാണ് കേട്ടോ. ഈ മരം നോക്കിയേ, ഒരു ലീഫില്ലാത്ത മരം. ഇത് ബേഡ്സിട്ടാണ് നല്ല ഭംഗിയില്ല. ഇവിടെ കുറേ ടൈപ്പ് ബേഡ്സ് ഉണ്ട്. ഇതെല്ലാനും പുറത്തുനിന്ന് കൊണ്ടതാണ് ആ ചേച്ചിമാർ പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ ബേഡ്സിന്റെ പാർക്കാണിത്. അതിന്റെ ഉള്ളിലെ കുരു മാത്രം തിന്നണോളൂ. കണ്ടോ നോക്കി എന്തൊരു ഇതാണ്. നോക്കി ഈ ബേഡ്സ് ഫീഡ് ചെയ്യണത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ.
ഫുഡ് കഴിഞ്ഞില്ലേ നമ്മൾ കഴിയുന്ന ഒരു ചിലപ്പോൾ കൊത്തും. ഫുഡ് കഴിക്കാൻ സമയത്ത് നമ്മളെ കൈമയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈമൊക്കെ എരിച്ചുട്ടാ. എല്ലാം നല്ല കളർഫുൾ ബേഡ്സാണ്. ഇവിടെ പോവാത്തവരുണ്ട് എന്തായാലും പോകണോട്ടാ. നമ്മൾ കാണാൻ പോകുന്നിടത്ത് ഏറ്റവും വലിയ ബേഡിങ്ങാണ്. ഇത് കൈമർക്ക് പിടിക്കുമ്പോൾ ഇത്തിരി വേദന ഉണ്ടാവും. നമ്മളെ കൊത്താണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ വായ ഒരു കമ്പ് വെച്ചിട്ട് ഇടും. എല്ലാവരും ഈ ബേഡിൻ്റെ മേത്തൊക്കെ എടുത്തിട്ടാ. ഈ ബേഡ് ഇല്ല, ഞാൻ ഓടിപ്പോയി. നമ്മൾ ഓടിയും ചെവിയൊക്കെ ചെറുതായിട്ടും അപ്പടെ മുടിയ കഴിച്ച് മക്കാവൂ എന്നാണ് ഈ ബേഡ്സിൻ്റെ പേര്. അതിൻ്റെ വേറെ കളർഫുള്ളും കുഞ്ഞിതൊക്കെ ഉണ്ട്. ഇതേ കണ്ടോ? പിന്നെ പൂടൊക്കെ ഇത്തിരി പോയിട്ട് ആവശ്യമായിട്ടാണ്. പിന്നെ നമ്മൾ കാണാൻ പോണ പാമ്പിനെ ഇട്ടാ. പിന്നെ 100 രൂപ ടിക്കറ്റ് എടുത്താൽ നമ്മൾ കൈ വെച്ചുതരും. ബേസിൻ്റെ കൂട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. പുറത്ത് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. നമ്മളൊക്കെ ഇരുന്ന് കളിച്ച് അല്ലൂനാലൊക്കെ ആടി കിട്ടാ. ഈ വീഡിയോ നമ്മൾ എടുത്തിട്ട് കുറച്ച് നാളായിട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ടോ. ഇവിടെ നമ്മൾ നേരെ പോയ കടമക്കുടി നിൽക്കണ്. കടമക്കുടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടില്ലേ? നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ ഇരിച്ചാൽ നല്ല കാച്ചൊക്കെ കൂട്ടാ. അപ്പം ഞങ്ങളിവിടെ എത്തിയത് ഈവനിങ്ങാണ്. കുറച്ച് നേരം ഇവിടെയൊക്കെ കടന്ന് ഞങ്ങൾ കണ്ട്. നല്ല രസമുണ്ടല്ലേ? അല്ല, അവിടെ നടന്നപ്പോ വീണു. ഇവിടെ അധികം കടയില്ല, സ്നാക്സിൻ്റെ ഇത്ര കടയുള്ളൂ. അപ്പം ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് എനിക്കിഷ്ടമായി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം. എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കളിച്ച് അവിടെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ബൈ എവരിവൺ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ. ആർക്കാണ് സപ്പോർട്ട് ചെയ്യണേ?